ശശി തരൂരിന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രാമചന്ദ്രൻ നായരുടെ ദുരൂഹമരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സഹോദരൻ നൽകിയ പരാതിയിലാണ് നടപടി. രാമചന്ദ്രൻ നായർക്ക് തരൂരിന്റെ സാമ്പത്തിക ഇടപാടുകൾ അറിയാമായിരുന്നുവെന്ന് ആരോപണമുണ്ട്. വിശദാംശങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, മറ്റൊരു കുരുക്ക് കൂടി ശശി തരൂരിന് നേരെ വരുന്നുണ്ട്. രാമചന്ദ്രൻ നായരുടെ മരണവുമായി ബന്ധപ്പെട്ട ആ തുടക്കം മുതൽ തന്നെ ബന്ധുക്കൾ നിരവധി ദുരൂഹതകൾ ഉയർത്തിക്കാട്ടിയിരുന്നു. ക്രൈംബ്രാഞ്ച് ഇത്തരം സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ. ശശി തരൂരിന്റെ പത്നി സുനന്ദ പുഷ്കറിന്റെ മരണവുമായി രാമചന്ദ്രൻ നായരുടെ മരണത്തിന് ബന്ധമുണ്ടോ എന്ന് ദില്ലി പോലീസ് അന്വേഷിക്കുന്നതിന് പുറമെയാണ് ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചും ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുന്നത്. രാമുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉത്തരവ് ആഭ്യന്തര സെക്രട്ടറി ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറിയിട്ടുണ്ട്. സുനന്ദ പുഷ്കറിന്റെ മരണവും ക്രിക്കറ്റ് ലോകവുമായുള്ള ബന്ധവും അന്വേഷിക്കുന്നതിനിടെയാണ് ദില്ലി പോലീസിന്റെ പ്രത്യേക സംഘം രാമുവിന്റെ മരണത്തെക്കുറിച്ചും പ്രത്യേകം അന്വേഷണം നടത്തിയിരുന്നത്. രാമുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഫയൽ ദില്ലി പോലീസ് ഉദ്യോഗസ്ഥർ സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ നിന്ന് വാങ്ങുകയും ചെയ്തിരുന്നു. ഇതേക്കുറിച്ചുള്ള അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും പുരോഗമിക്കുന്നതിനിടെയാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ ആണ് അദ്ദേഹത്തിന്റെ സഹോദരനും വൈക്കം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഷഡാനൻ നായരുടെ പരാതി ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ അതുപോലെ മുഖ്യമന്ത്രിക്ക് മുന്നിലും എത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. 2013 ഏപ്രിൽ 29 പുലർച്ചെ ഹരിപ്പാടിനടുത്തുള്ള മാധവ കവലയിലെ വാഹനാപകടത്തിലാണ് വൈക്കം ഉദയനാപുരം സ്വദേശിയായിട്ടുള്ള രാമു എന്ന രാമചന്ദ്രൻ നായർ മരിച്ചത്. സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിജയൻപിള്ളയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു അപകടം. രണ്ടാം UPA സർക്കാരിന്റെ ആദ്യകാലത്ത് ശശി തരൂരിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാമു വിവാദത്തിൽപ്പെട്ട് കേന്ദ്രമന്ത്രിപദം തരൂർ രാജിവെച്ചപ്പോഴും തരൂരിന്റെ ഒപ്പം നിന്നയാളാണ്. മാത്രവുമല്ല ശശി തരൂർ പ്രശാന്ത്, ഇങ്ങനെ ഒട്ടേറെ ഇടപാടുകൾ പ്രത്യേകിച്ച് തരൂരിന്റെ സാമ്പത്തിക ഇടപാടുകൾ തുടക്കം മുതൽ ഒന്നാം UPA സർക്കാരിന്റെ കാലത്തിന് ശേഷം അടക്കം ഉയർന്നു വന്ന ഒട്ടേറെ ആരോപണങ്ങളിലൊക്കെ തന്നെ രാമചന്ദ്രൻ നായർക്ക് വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ അറിയാമായിരുന്നു. അദ്ദേഹം പല കാര്യങ്ങളും ഒരുപക്ഷെ തരൂരിന്റെ ഇടപാടുകൾ സംബന്ധിച്ചൊക്കെ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകയും ചെയ്തിരുന്നു. ഏതൊക്കെ ഘടകങ്ങൾ പുതിയ രീതിയിൽ ദുരൂഹത ബന്ധുക്കൾ ഉയർത്തുന്നു? ഒട്ടേറെ നിരവധി ദുരൂഹതകൾ ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതൊക്കെ ഈ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഗൗരവം വർദ്ധിക്കുകയാണ്. എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് ഒരുപക്ഷെ പ്രാഥമികമായി നിഗമനങ്ങളിലേക്ക് പോകേണ്ടി വരിക? ശശി തരൂർ സുനന്ദ പ്രണയം മുതൽ വിവാഹം വരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വലങ്കൈയായി നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്ന രാമുവിന് ഇരുവരുടെയും സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും നിക്ഷേപങ്ങളെ കുറിച്ചും എല്ലാം തന്നെ വ്യക്തമായ അറിവുണ്ടായിരുന്നു. മാത്രമല്ല കൊച്ചിൻ ടച്ചേഴ്സ് IPL ടീമിലെ 10% ഓഹരി ഉണ്ടായിരുന്ന റോങ്ദേവ് സ്പോർട്സ് വേൾഡിൽ സുനന്ദയ്ക്ക് കോടികൾ മൂല്യമുള്ള വിയർപ്പ് ഓഹരികളുണ്ടെന്ന വിക്കിലീക്സിന്റെ വെളിപ്പെടുത്തലടക്കം വൻ വിവാദമായിരുന്നു. ഈ ഒരു സാഹചര്യങ്ങളെല്ലാം ഇത്തരത്തിൽ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഉയരുമ്പോൾ തന്നെയാണ് രാമു അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. ഈ ഒരു സാഹചര്യവും അന്ന് ആദ്യകാലങ്ങളിൽ ഉയർന്നപ്പോൾ ബന്ധുക്കൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ തോന്നിയിരുന്നില്ല. പക്ഷേ രാമുവിന്റെ മരണം നടന്നതിന് ശേഷം ശശി തരൂർ മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനമായിട്ടുള്ള വസ്തുത. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മാത്രമാണ് ശശി തരൂർ വൈക്കത്തെ രാമുവിന്റെ വീട്ടിൽ എത്തിയത് എന്നുള്ളതും കൂടി. പ്രശാന്ത്, ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ ബന്ധുക്കൾ നിരത്തുന്ന ദുരൂഹതകൾ എന്തൊക്കെയാണ്? അവർ അടിവരയിടുന്ന ദുരൂഹതകൾ, തരൂരിലേക്ക് അവരുടെ സംശയം. പ്രശാന്തിലേക്ക് വരാം. ഒരുപക്ഷെ ഇപ്പോൾ നമ്മോടൊപ്പം ഷഡാനൻ നായർ, രാമചന്ദ്രൻ നായരുടെ സഹോദരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഷഡാനൻ നായർ, ഇവിടെ താങ്കളുടെ സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ ദുരൂഹതകളാണ് ഉയർത്തുന്നത്? തുടക്കം മുതൽ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ ഘട്ടത്തിൽ എടുത്തു പറയാൻ കഴിയുന്ന ഇതുമായി ബന്ധപ്പെട്ട്, സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ദുരൂഹതകളാണ് നിങ്ങൾക്കുള്ളത്? അത് ഈ മരണവുമായി ബന്ധപ്പെട്ട ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് ചില സംശയം ഉണ്ടായിരുന്നുവെങ്കിലും പറഞ്ഞോളൂ. ഞങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ഞങ്ങളുടെ സഹോദരന്റെ വേർപാടിൽ ഞങ്ങളെല്ലാവരും, കുടുംബാംഗങ്ങളെല്ലാവരും വളരെ ഡെസ്പായിരുന്ന ഒരു സമയത്ത് ഞങ്ങൾ പലരും ഇതുപോലെയുള്ള ദുരൂഹതകളെ കുറിച്ച് ആരോപിച്ചെങ്കിലും ഞങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനുള്ള ഒരു ശക്തി ഇല്ലാതിരുന്ന ഒരവസരമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തൊക്കെ ദുരൂഹതകൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം വരാൻ കാര്യം? നല്ല രീതിയിലുള്ള പലതും എനിക്കിപ്പോൾ തുറന്നു പറയാൻ പറ്റില്ലാത്തൊരു അന്വേഷണത്തിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു ആരോപണം പറയുന്നത് ശരിയല്ല. എങ്കിൽ പോലും അടുത്തിടെ ഇപ്പോൾ ഉണ്ടായ ഈ വാർത്തയുടെ ഒരു കാരണം എന്ന് പറയുന്നത്
കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ജനുവരി 26 വന്ന മലയാളത്തിലൊരു പ്രമുഖ പത്രത്തിൽ രാമുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. അത് ശശി തരൂരിന്റെ സാമ്പത്തിക ഇടപാടുമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും കൂട്ടുനിൽക്കാത്തതിലുള്ള അമർഷം കൊണ്ടായിരിക്കാം എന്നെല്ലാമുള്ള രീതിയിൽ മലയാളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വന്നു. വലിയ ഒരു വാർത്ത വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിന്റെ സത്യാവസ്ഥ എനിക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും എന്റെ പ്രായമായ 86 വയസ്സായ എന്റെ അമ്മയ്ക്കും ഉൾപ്പെടെ ഉള്ളവർക്ക് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നീതി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഷഡാനനൻ എത്ര കാലം തൊട്ട് തരൂരുമായി രാമചന്ദ്രൻ നായർക്ക് ഉണ്ടായിരുന്നു? ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. എന്തു തന്നെ ആയാലും ഞങ്ങൾ ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നില്ല. ഈ വാർത്തയിൽ സത്യമുണ്ടെങ്കിൽ ആ സത്യം പുറത്തു വരണം. ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ഞങ്ങളുടെ ചേട്ടന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ. എത്ര കാലം മുതൽ ശ്രീ ഷഡാനന് എത്ര കാലം മുതൽ രാമചന്ദ്രൻ നായർക്ക് തരൂരുമായി ബന്ധമുണ്ടായിരുന്നു? സർക്കാർ വരുന്ന കാലം തൊട്ടാണ്. എത്ര കാലം മുതൽ? എന്റെ ജ്യേഷ്ഠൻ എന്റെ ജ്യേഷ്ഠനെ കുറിച്ച് ഞാൻ ഒരു ചെറിയ വിവരണം വളരെ പെട്ടെന്ന് ഞാൻ പറയാം. എന്റെ ചേട്ടൻ 1989 മുതൽ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് ഓഫീസിലായിരുന്നു. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്മാരായിരുന്ന ശ്രീ മുകുൾ വാസനിക്ക്, അതിനു മുൻപുള്ള ശ്രീ ആനന്ദ് ശർമ്മ, അതിന് ശേഷം ഗുരുദാസ് കാമത്ത്, ശ്രീ രമേശ് ചെന്നിത്തല തുടങ്ങിയവരുടെ സെക്രട്ടറിയായും, തുടർന്ന് ശ്രീ കെ കരുണാകരൻ കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ OSD ആയും, അതിനുശേഷം ശ്രീ വയലാർ രവി കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൊജക്ട് സെക്രട്ടറിയായും, തുടർന്ന് രണ്ടാം UP യുടെ ആദ്യ കാലഘട്ടത്തിൽ ശ്രീ ശശി തരൂർ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമാണ് അദ്ദേഹം ഇങ്ങനെ ഒട്ടേറെ പ്രമുഖരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിൽ ഔദ്യോഗിക ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിനുശേഷം തരൂരുമായി അല്ലെങ്കിൽ അടുക്കുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായിട്ട് മാറുന്ന കാലഘട്ടത്തിലാണോ ഒരു അസ്വസ്ഥത അദ്ദേഹത്തിൽ നിങ്ങൾക്കടക്കം കാണാൻ കഴിഞ്ഞത്? തീർച്ചയായും ശശി തരൂറിന്റെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ്, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ശ്രീ വയലാർ രവിയുടെ കൂടെ നിന്ന് എന്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിന്റെ അഡീഷണൽ പ്രൊജക്ട് സെക്രട്ടറിയായി ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഔദ്യോഗികത്തിൽ വളരെ സത്യസന്ധമായി ഡൽഹിയിൽ എല്ലാ മലയാളികൾക്കും, എല്ലാ പത്രപ്രവർത്തകർക്കും, എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും എന്റെ സഹോദരനെ കുറിച്ചറിയാം. വളരെ സത്യസന്ധമായിട്ട് ഔദ്യോഗിക ജീവിതം നയിച്ച ആളാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി വന്നതിന് ശേഷം, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം എന്റെ സഹോദരൻ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് എനിക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക രഹസ്യങ്ങളൊന്നും അദ്ദേഹം ഞങ്ങളോട് പറയാറില്ലെങ്കിൽ പോലും സൂചനകൾ ശ്രീ ഷഡാനനൻ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തം സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും ഒരു സൂചന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നോ? ആ രീതിയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും മോശം ഒരു സമയമായിരുന്നു ശ്രീ ശശി തരൂരിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന കാലം. ഇതെല്ലാം ഇനി കളഞ്ഞ് എനിക്ക് ഈ ഇതുപോലെ ഡൽഹി ജീവിതം മടുത്തു. ഒരുപാട് ആൾക്കാരെ സഹായിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഡൽഹി ജീവിതം മടുത്തു. ഇനി ഞാൻ നാട്ടിലേക്ക് പോരുകയാണ് എന്നോട് പല കുറി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തരൂരിന്റെ ഇടപാടുകൾ തന്നെയാണ് നിങ്ങൾക്ക് സംശയം? ഞാൻ അങ്ങനെ തുറന്നു പറയുന്നത് ശരിയല്ല. എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്റെ ചേട്ടൻ ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ദുരൂഹത ഇതിനകത്തുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വ്യക്തമാണ്. രാമചന്ദ്രൻ നായരുടെ സഹോദരൻ ഷഡാനാണ് കാര്യങ്ങൾ നമ്മോട് തുറന്നു പറഞ്ഞത്. അവരുടെ പരാതിയുടെ ദുരൂഹതയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തരൂരിന്റെ ഇടപാടുകൾ സംബന്ധിച്ചൊക്കെ തന്നെ പല കാര്യങ്ങളിലും രാമചന്ദ്രൻ നായർ അസ്വസ്ഥനായിരുന്നു എന്ന കാര്യങ്ങളാണ് ബന്ധുക്കളും മുന്നോട്ട് വെച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ചിനെ സമീപിച്ചിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും സ്വർണം കാണാതായതായി റിപ്പോർട്ട്. മുൻ CAG-യുടെ റിപ്പോർട്ടിലാണ് 266 കിലോ സ്വർണം ശ്രീകോവിലിൽ നിന്നും നഷ്ടപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നത്. സുപ്രധാനമായ ഒട്ടേറെ രാജകുടുംബത്തെ എതിരെ ഒട്ടേറെ സംശയങ്ങൾ ഉളവാക്കുന്ന തരത്തിൽ ഒട്ടേറെ കാര്യങ്ങളും ഇത്തരത്തിൽ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. വിശദാംശങ്ങൾ സുഭാഷ് ദില്ലിയിൽ നിന്നും നൽകും. സുഭാഷ്, B നിലവറ അടക്കം അമൂല്യ സ്വത്തുക്കൾ സൂക്ഷിക്കുന്ന B നിലവറ അടക്കം 8 തവണയോളം തുറന്നായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. രാജകുടുംബം ആണയിട്ട് പറയുന്ന കാര്യം B നിലവറ തുറന്നിട്ടില്ല എന്നൊക്കെ തന്നെ പറയുമ്പോഴാണ് അത്തരം വാദങ്ങളെ ഒക്കെ തന്നെ ഖണ്ഡിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് മുൻ CAG-യുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. സുപ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്? ശ്രീപത്മനാഭന്റെ ദാസന്മാരായാണ് തങ്ങൾ ഭരിക്കുന്നതെന്ന് അവകാശപ്പെട്ടിരുന്ന
തിരുവിതാംകൂർ രാജവംശത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വിനോദ് റായിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. വിനോദ് റായിയെ നിയോഗിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി നിയോഗിച്ച ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ അത് അവിടെ ഭരണം നടത്തുന്നത്. അവിടെ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ്. അതേപോലെ തന്നെ സുപ്രീം കോടതി തന്നെ നിയോഗിച്ച എക്സിക്യൂട്ടീവ് ഓഫീസർ KN സതീഷിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഭരണം നടത്തുന്നത്. ഇതിന് ഒപ്പം തന്നെയാണ്, ഇതിനോട് പാരലായി തന്നെയാണ് ഓഡിറ്റ്, ഇത് സംബന്ധിച്ച കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വിനോദ് റായിയെ സുപ്രീം കോടതി നിയോഗിച്ചത്. അദ്ദേഹം നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ വളരെ ഗൗരവപ്പെട്ട ഈ ഒരു കാര്യം പുറത്തു വന്നിരിക്കുന്നത്. സുപ്രീം കോടതി ക്ഷേത്രത്തിലെ അമൂല്യമായ സ്വർണ്ണശേഖരത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഏതാണ്ട് 266 കിലോ സ്വർണം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയതിന് കണക്കില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എന്ന് പറയുന്നു. 893 കിലോ സ്വർണമാണ് എടുത്തിരുന്നത്. അത് അമ്പലത്തിൻ്റെ ശ്രീകോവിലും അതേപോലെ തന്നെ ഒറ്റയ്ക്കൽ മണ്ഡപവും സ്വർണം പൂശുന്നതിന് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അതിൽ 627 കിലോ ആണ് തിരിച്ചെത്തിയത്. 8 തവണയായി നൽകിയ കാര്യങ്ങളാണിത്. 8 തവണയായാണ് ഇതിനു വേണ്ടി സ്വർണം എടുത്തത്. എന്തായാലും ഈ ഉള്ളിൽ നിന്നെടുത്ത സ്വർണവും പുറത്തേക്ക് വെച്ചതും ഉപയോഗിച്ചതുമായ കണക്കുകളുടെ കൂട്ടത്തിലാണ് 266 കിലോ, കോടിക്കണക്കിന് രൂപ വില വരുന്ന 266 കിലോ സ്വർണത്തിൻ്റെ കുറവുണ്ട് എന്ന് ഇപ്പോൾ വിനോദ് റോയ് അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒരിക്കലും തുറക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത്യപൂർവമായി മാത്രം തുറക്കുക എന്ന് കരുതിയിരുന്ന B നിലവറ 7 തവണ തുറന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വ്യക്തമാണ്. ഗോപാൽ സുബ്രഹ്മണ്യത്തിന്റെ കണ്ടെത്തലുകളോട് ഒരുപക്ഷെ ചേർത്ത് വായിക്കാൻ കഴിയുന്ന തരത്തിലാണ് CAG വിനോദ് റായിയുടെ റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. അമൂല്യമായ B നിലവറ 8 തവണ തുറന്നിരിക്കുന്നു. ഒപ്പം തന്നെ 266 കിലോ സ്വർണം ക്ഷേത്രത്തിൽ നിന്നും കാണാതായിട്ടുണ്ട് എന്നും CAGയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. R സുഭാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.